ടൈം ട്രാവൽ എന്ന കോൺസെപ്റ്റിനെ കുറേ ടൈം ലൈൻസും ഭയങ്കര വലിയ മെഷീൻസും പല റിയാലിറ്റിയും എല്ലാം ചിത്രീകരിക്കുന്നതിന് മുമ്പ് ടൈം ട്രാവൽ എന്ന ഐഡിയ എത്ര ഭീകരമാണെന്ന് വെരി ഹ്യൂമൻ ലെവലിൽ കാണിച്ചു തന്ന സിനിമയാണ് ടൈം ക്രൈംസ്. ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള മെഷീൻസും മിഷൻസും ഒന്നുമില്ലാതെ ഒരു സാധാരണക്കാരനെ ചുറ്റിപ്പറ്റി പോകുന്ന ഒരു ടൈം ട്രാവൽ മൂവി. അതാണ് 2007 നാച്ചോ വിഗലോണ്ടോ ഡയറക്റ്റ് ചെയ്ത ടൈം ക്രൈംസ്. വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒരുക്കിയിട്ടുള്ള സിനിമയാണെങ്കിലും സിനിമയിലെ കോൺസെപ്റ്റ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടുതലൊന്നും പറയാതെ സിനിമയുടെ കഥയൊന്ന് കേൾക്കാം. സെപ്റ്റംബർ 16 3 PM തൊട്ട് 10 PM വരെയുള്ള സംഭവങ്ങളാണ് സിനിമയിൽ നമ്മൾ കാണുന്നത്. ഇദ്ദേഹമാണ് സിനിമയിലെ മെയിൻ ലീഡ് വെക്ടർ. വെക്ടർ ഒരു മധ്യവയസ്കനായ വ്യക്തിയാണ്. ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി ആയപ്പോഴത്തേനും അദ്ദേഹം പുതിയതായിട്ട് പർച്ചേസ് ചെയ്ത ഒരു വില്ലയിലോട്ട് പോവാണ്. അവന്റെ ഭാര്യ ക്ലാര പുറത്ത് ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ചെറിയ രീതിയിൽ സംസാരിച്ചിട്ട് ഹെക്ടർ ഉള്ളോട്ട് കയറി പോവാണ്. ഹെക്ടറിന് ഒരു കോൾ വരുന്നു. അവനെ കോൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് ആരും വരുന്നില്ല, അതായത് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. അവൻ വിചാരിച്ചു വല്ല റോങ് നമ്പറോ അല്ലെ വല്ല പ്രാങ്ക് കോളോ ആയിരിക്കും എന്ന് വിചാരിച്ച് തിരിച്ചു വെക്കാണ്. അത് കഴിഞ്ഞ് ഭാര്യയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു. ഹെക്ടറിന് ഒരു ബൈനോക്കുലർ ഉണ്ട്. അവൻ അതിലൂടെ നോക്കുവാണ് എങ്ങോട്ടോ. അവൻ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ദൂരത്തായിട്ട് ഒരു പെൺകുട്ടീനെ കാണുന്നു. റെഡ് കളറുള്ള പാൻറ്റും വെള്ള കളറുള്ള ഡ്രസ്സും എല്ലാം ഇട്ട ഒരു പെൺകുട്ടി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ പെൺകുട്ടി ഡ്രസ്സ് എല്ലാം അഴിക്കുകയാണ്. അത് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവന്റെ ഭാര്യ അങ്ങോട്ട് കയറി വരികയാണ്. എന്നിട്ട് എന്തോ അവൾക്ക് പുറത്തു പോകണമെന്ന് പറയുന്നു. അവൻ അവന്റെ ഭാര്യയോട് വേഗം പൊക്കോളാൻ പറഞ്ഞിട്ട് അവൻ വീണ്ടും ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ് അവൾ പോയ ഉടനെ. പക്ഷെ ഇപ്രാവശ്യം അവിടെ ആരുമില്ല. പകരം അവളുടെ ഡ്രസ്സ്, ആ പെണ്ണിന്റെ ഡ്രസ്സ് നിലത്തിരിക്കുന്നത് കാണുന്നു. അവൻ അതുകൊണ്ട് ക്യൂരിയോസിറ്റിയും കൊണ്ട് കാട്ടിലോട്ട് പോകുന്നു. അതായത് ആ പെണ്ണിനെ കണ്ട സ്ഥലത്തോട്ട് പോകുന്നു പോയി നോക്കാൻ വേണ്ടി. അവനെ കാട്ടിലോട്ട് ഇന്ന് നോക്കുമ്പോൾ നേരത്തെ കണ്ട അതേ പെൺകുട്ടി ബോധമില്ലാണ്ട് ഡ്രസ്സൊന്നും ഇടാണ്ട് കിടക്കുവാണ്. അവൻ അങ്ങോട്ട് ഇന്ന് നോക്കുന്നു. അങ്ങോട്ട് ചെന്ന് ആ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു രൂപം വന്ന്, മുഖമെല്ലാം മറച്ച ഒരു രൂപം വന്ന് ഇവനെ കത്രയും കൊണ്ട് ഇവന്റെ കയ്യിൽ ആഞ്ഞു കുത്തുവാണ്. അവൻ തിരിച്ചൊന്നും പ്രതികരിക്കാതെ പേടിച്ചിട്ട് ഓടിപ്പോവാണ്. പെട്ടെന്ന് ആക്ടർ ഓടി ഓടി മടുത്തിട്ട് ഒരിടത്ത് നിന്ന് ശ്വാസം എടുക്കുവാണ്. എന്നിട്ട് അവൻ ബൈനോക്കുലർ വെച്ച് നോക്കുവാണ് ആ രൂപം ഇവന്റെ പുറകെ വല്ലതും വരുന്നുണ്ടോന്ന്. അത് കണ്ടിട്ടാണ് ആ രൂപം ഇവനെ കളിയാക്കുന്നത് പോലെ ആ രൂപത്തിന്റെ കൈയും ബൈനോക്കുലർ പോലെ വെച്ച് ഇവന്റെ നേരെ ആക്കുവാണ്. ആ മുഖം മറച്ച വ്യക്തി ഇവനെ വീണ്ടും കുത്താൻ വരുന്നു. ഇവൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഓടുകയാണ്. ഓടി 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 അവന്റെ ഫ്രണ്ടിൽ ഒരു വേലി തടസ്സമായിട്ട് വരുവാണ്. അവനൊരു രക്ഷയിലെന്ന് കണ്ട് അതിന്റെ മേലെ എടുത്ത് ചാടുകയാണ്. അവൻ നോക്കുമ്പോൾ അവന്റെ ഫ്രണ്ടില് ലബോറട്ടറിയോ എന്തോ പ്രത്യേകതരം ഒരു ബിൽഡിംഗ് പോലത്തെ എന്തോ ഒരു സംഭവം കാണുകയാണ്. അവൻ അതിന്റെ നേരെ നടക്കുവാണ്. ഹെക്ടർ നല്ല പേടിച്ചിരിക്കുകയാണ്. അവിടെ കണ്ട ഒരു ബിൽഡിങ്ങിന്റെ ജനാലിലോട്ട് അവൻ കൊട്ടാണ്. പക്ഷെ അതൊന്നും തുറന്നു വരുന്നില്ല. ഒരു രക്ഷയില്ലെന്ന് കണ്ട് അവനത് പൊളിക്കുകയാണ്. ഉള്ളിൽ കയറിയപ്പം കുറെ സയന്റിഫിക് എക്യുപ്മെന്റ്സ് എല്ലാം അതിൻ്റെ അടുത്ത് കാണുവാണ്. ഇത് തീർച്ചയായും ഒരു റിസർച്ച് ലാബ് എന്ന് ഉറപ്പാണ്. ആരും ഇല്ലാണ്ട് കിടക്കുന്നത് പോലെ ആണ് ആ സ്ഥലം. അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് തുറന്ന് അവന്റെ കൈ വെച്ച് കിട്ടുകയാണ്. അവൻ പോലീസിനെ വിളിക്കാൻ നോക്കുമ്പോൾ അവിടെ ഫോണൊന്നും ഇല്ലെങ്കിലും അവിടുന്ന് അവനൊരു വോക്കി ടോക്കി കിട്ടുവാണ്. അത് അവൻ എടുത്തിട്ട് ആരാന്ന് നോക്കുമ്പോൾ അപ്പുറത്തുള്ളത് എൻഹോവൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഈ ലാബെല്ലാം നടത്തിക്കൊണ്ട് വന്ന പുള്ളിയാണെന്നാണ് പറയുന്നത്. നടന്ന കാര്യമെല്ലാം എൻഹോവനോട് പറയുമ്പം അയാൾ പറയാണ് പോലീസിനെ വിളിക്കാൻ സഹായിക്കാം, പക്ഷേ ഈ മുഖം മൂടി ധരിച്ച ആള് അവിടെ ആയിട്ടെല്ലാം ഉണ്ട്, നിങ്ങൾ വേഗം എന്റെ അടുത്തോട്ട് വാ, അതായിരിക്കും നിങ്ങൾക്ക് സേഫ്. അവിടെ ഒട്ടും സേഫ് അല്ല. ആ മുഖം മൂടി ഇട്ട വ്യക്തി ഇപ്പം ഹെക്ടർ ഇരിക്കുന്ന സ്ഥലത്തോട്ട് വരുന്നുണ്ട്, നീ വേഗം എന്റെ സ്ഥലത്തോട്ട് വരാൻ പറഞ്ഞിട്ട് അവന്റെ ഇൻസ്ട്രക്ഷൻ വെച്ച് അവനുള്ള സ്ഥലത്തോട്ട് ഹെക്ടർ ഓടുവാണ്. അങ്ങനെ ഓടി ഓടി അവൻ അവിടെ എത്തിക്കഴിഞ്ഞ് ഉള്ളോട്ട് കയറിയപ്പം അതും എന്തോ ലാബ് പോലത്തെ സെറ്റപ്പാണ്. അവിടെ ലിക്വിഡ് ഫുള്ള് നിറഞ്ഞിരിക്കുന്ന ഒരു ടാങ്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട്. എൻഹോവൻ പറയുന്നു ആ മുഖം മൂടിയിട്ട ആൾ വരുന്നതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കാം, പോലീസ് വരുന്നത് വരെ, അതായിരിക്കും സേഫ്, നമുക്ക് രണ്ടുപേർക്കും കയറാം. ഫസ്റ്റ് ഹെക്ടർ അതിനെ കുറച്ച് പേടിയെല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും ആ മുഖം മൂടിയിട്ട ആള് ഏറ്റവും അടുത്ത് വന്നെന്ന് ഇവന് മനസ്സിലായതോടെ ഒരു രക്ഷയിലെന്ന് കണ്ട് അവൻ ഉള്ളോട്ട് കയറുകയാണ്. പക്ഷെ ഇവന്റെ കൂടെ ജോയിൻ ചെയ്യുന്നതിന് പകരം എൻഹോവൻ അത് ക്ലോസ് ചെയ്യാണ്. അവൻ കയറുന്നില്ല. അതിന്റെ മൂടി അടയുന്നു. അവൻ അതിൽ പെട്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആയിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ സാധനം തുറന്നു വരുന്നു. അവൻ നോക്കുമ്പോൾ പുറത്തുനിന്ന് വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ അത് കണ്ട് ആശ്ചര്യം വരുവാണ്. കാരണം കുറച്ചു മുമ്പേ 10 PM ആയിരുന്നു. അവൻ എൻഹോവനോട് ദേഷ്യപ്പെടുകയാണ്. ഇതെന്നാ സംഭവം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഈ എൻഹോവനാണ് ഇവനെ അറിയത്തില്ല, എന്നെ അറിയത്തില്ല. ഓക്കെ, ഈ മെഷീനിലും എന്നാന്ന് പറയാൻ പറഞ്ഞപ്പോൾ അതൊരു എക്സ്പെരിമെന്റൽ ടൈം മെഷീൻ ആണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോൾ 10 PM ഈ 3 PM അതായത് ഉച്ചയ്ക്ക് 3 മണിയിലോട്ട് നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇത് വിശ്വസിക്കാതെ അവൻ ബൈനോക്കുലർ വെച്ച് അവന്റെ വീട്ടിലോട്ട് നോക്കുമ്പോൾ അവിടെ അവന്റെ ഭാര്യയും ആ കൂടി ഇവനും നിൽക്കുന്ന കാണുന്നു. ഇത് കണ്ട് തളർന്നിട്ട് അവൻ വീഴുന്നു. എൻഹോവനും വളരെ പേടിച്ചിരിക്കുകയാണ്. കാരണം ഇവൻ നടത്തുന്ന എക്സ്പെരിമെന്റിനൊന്നും അനുമതിയൊന്നുമില്ല. ഇതെങ്ങനെ പുറത്തറിഞ്ഞ വലിയ വിഷയവും. ഇവൻ ഹെക്ടറിനെ സമാധാനിപ്പിച്ചിട്ട് ഒരു കാര്യം പറയാണ്, നിങ്ങൾ പേടിക്കല്ലേ, പോലീസിലൊന്നും പോകല്ലേ, ഇത് നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റും, നിങ്ങൾ 10 PM വരെ ഇതിന്റെ അകത്ത് തന്നെ ഇരിക്കുക, ഈ ലാബിൽ തന്നെ ഇരിക്കുക. അപ്പം നിങ്ങൾ പറഞ്ഞ മുഖം മൂടിയിട്ട ആള് അവിടെയുള്ള ഹെക്ടറിനെ, അതായത് ഹെക്ടർ 2 ലാബിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് അവനെ വെച്ച് നമുക്ക് വീണ്ടും പഴയ പോലെ പുറകോട്ട് പോവാം,
10 PM ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് പോകുക. ഹെക്ടർ 2 നിങ്ങൾ വന്ന പോലെ ആ 10 PM വീണ്ടും 3 PM തിരിച്ചു വന്നോളും. അപ്പോൾ ഓക്കെ, എല്ലാവരും സെറ്റ് ആവും എന്ന് പറയുന്നു. എൽഗോവൻ പുറത്തോട്ട് പോകുന്നു. ഹെക്ടർ ലാബിൽ ഒറ്റയ്ക്കാവുന്നു. അന്നേരം അവന്റെ മനസ്സിൽ ഫുള്ള് പലതരത്തിലുള്ള ചിന്തയാണ്. ഈ ചിന്തകളെല്ലാം കൂടി 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 അവൻ ഫോൺ എടുത്തിട്ട് വിളിക്കുന്നു, ഇവന്റെ വീട്ടിലോട്ട് തന്നെ വിളിക്കുന്നു. അങ്ങനെ ഹെക്ടർ 2 കോൾ എടുക്കുന്നു. പക്ഷെ നമ്മുടെ ഹെക്ടർ ഒന്നും മിണ്ടുന്നില്ല. ഇതേ കോള് ഹെക്ടർ ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് അവന് വന്നില്ലായിരുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും ഇതും. എന്നിട്ട് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവൻ അവിടെ ഇരുന്ന് ഒരു കീ എടുത്ത് വീടിന്റെ പുറത്തോട്ട്, ലാബിന്റെ പുറത്തോട്ട് ഇറങ്ങുവാണ് ഈ ഹെക്ടർ 2 നീക്കങ്ങളെല്ലാം കാണാൻ വേണ്ടി. അങ്ങനെ അവൻ പൊക്കോണ്ടിരിക്കുമ്പോൾ അവൻ നേരത്തെ കണ്ട ഒരു പെൺകുട്ടി ഇല്ലേ, ആ പെണ്ണിനെ തന്നെ അവൻ വീണ്ടും കാണാണ്. അത് അവനൊന്ന് നോക്കി നിൽക്കുമ്പം പെട്ടെന്ന് ഒരു ചുവന്ന ട്രക്ക് വന്ന് ഇവന്റെ ദേഹത്തേക്ക് ഇടിച്ച് കയറ്റാണ്. അതിൽ ബാലൻസ് സെറ്റ് ഇവന്റെ വണ്ടി വന്ന് അവിടെ ഉണ്ടായ ഒരു മരത്തിന്റെ മേലെ ഇടിക്കുകയാണ്. അവന്റെ തല മുറിയുന്നു. അവൻ കയ്യിലുണ്ടായിരുന്ന ബാൻഡേജ് അഴിച്ച് അവന്റെ മുഖത്ത് ഫുള്ള് വെച്ച് കിട്ടുകയാണ്. അതിന്റെ നീളം ഭയങ്കര കൂടുതലായതുകൊണ്ട് അവന്റെ മുഖം ഫുള്ള് മറയുന്നു. അതിന്റെ മേത്തുള്ള ചോര പറ്റിയിട്ട് ആ തുണി പിങ്ക് കളറിലോട്ട് മാറുകയും ചെയ്യാണ്. അവൻ കണ്ണലിലോട്ട് നോക്കുമ്പോൾ പേടിച്ചുവാണ്. ഇവനെ ചേസ് ചെയ്ത ആള് തന്നെയല്ലേ ഇത് എന്നവൻ ചിന്തിക്കുകയാണ്. ഇവൻ അങ്ങനെ കൺഫ്യൂസ് ആയിട്ടിരിക്കുമ്പോൾ നേരത്തെ കണ്ട പെൺകുട്ടി ഇങ്ങോട്ട് വന്നിട്ട് ഇവനെ ചികിത്സിക്കുകയാണ്. ഇവന്റെ കാര്യമെല്ലാം നോക്കുവാണ്. ഇവന്റെ തലയിൽ കെട്ടിയിട്ട് ബാക്കിയുണ്ടായ തുണിയെല്ലാം ഒരു കത്രിക വെച്ച് മുറിക്കുകയാണ്. ഈ കത്രികയാണ് ഇവനെ തന്നെ കുത്താൻ നേരത്തെ ഉപയോഗിച്ചെന്ന് മനസ്സിലാവുന്നു. ആ മുഖം മൂടിയിട്ട ആൾ താനാണെന്നും താൻ വേണം കാര്യങ്ങളെല്ലാം പഴയ പോലെ ചെയ്യാനും എന്ന് മനസ്സിലാക്കിയ അവൻ ആ കത്രിക എടുത്തിട്ട് ഈ പെണ്ണിന്റെ നേരെ കത്രിക ചൂണ്ടിയിട്ട് അവളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവളോട് നടക്കാൻ പറയാണ്. ഓക്കെ, അതിനു മുമ്പ് അവൻ അവിടെ ഇരുന്ന് ഒരു കോട്ടും എടുത്തിടുന്നുണ്ട്. എന്നിട്ടാണ് അവളെ ഭീഷണിപ്പെടുത്തുന്നത്. അവളെ കാട്ടിലോട്ട് കൊണ്ടുപോവാണ് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അവൻ ഹെക്ടർ കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, അതായത് ഹെക്ടർ 2 കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവളോട് ഡ്രസ്സ് അഴിക്കാൻ പറയാണ്. അവള് പേടിച്ചിട്ട് ഡ്രസ്സ് അഴിക്കാണ്. അവൻ ബൈനോക്കുലറിലൂടെ ഹെക്ടർ 2 നോക്കി കാണാണ്. പെണ്ണിനോട് അവൻ പാന്റ് അഴിക്കാൻ പറയാണ്. അവള് പാന്റ് അഴിച്ചിട്ട് ഒരു സമയം കിട്ടിയപ്പോ ഇവനെ കയറി തല്ലാണ്. ഇവൻ തിരിച്ചും തല്ലുന്നു. രണ്ടുപേരും അടിയാവുന്നു. രണ്ടുപേരും കൂടെ ഒരു കൊക്കയിൽ വീഴുന്നു. അവളുടെ ബോധം പോയെന്ന് മനസ്സിലാക്കി ഇവൻ അവളുടെ ഡ്രസ്സെല്ലാം ഊരിയിട്ട് നേരത്തെ കണ്ട പോലെ തന്നെ ഇവളെ കടത്താണ്. ഇവൾക്ക് ഡ്രസ്സൊന്നും ഇല്ലാണ്ട് മയങ്ങി കിടക്കുന്നത് ഇവൻ കണ്ടില്ലേ, അതുപോലെ തന്നെ ഇവളെ ഇപ്പോഴും ഇവൻ കിടക്കാൻ നോക്കുവാണ്. അങ്ങോട്ട് വന്ന ഹെക്ടർ 2 നമ്മുടെ ഹെക്ടർ കത്രിക കൊണ്ട് കുത്തുവാണ്. എന്നിട്ട് അവനെ നേരത്തെ കണ്ട ലാബിന്റെ അടുത്തോട്ട്, ലാബുള്ള സ്ഥലത്തോട്ട് ഓടിക്കുകയാണ്. നേരത്തെ കാണിച്ച ആക്ഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. മറ്റേ ബൈനോക്കുലറിലൂടെ വെച്ചപ്പം കാണിച്ച ആക്ഷൻസ് എല്ലാം. മറ്റേ പെണ്ണ നേരം എഴുന്നേറ്റിട്ട് അവൾ ഓടുകയാണ്. ഹെക്ടറിന്റെ പ്ലാൻ അവൾ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ ഇവൻ ഹെക്ടർ അവളുടെ പുറകെ ഓടുന്നു. അവളെ ഇവന്റെ വീട്ടിൽ കയറുന്നു. അന്നേരം ഒരു കസേര ഇവനും വീട്ടിൽ കയറുന്നുണ്ട്. അന്നേരം ഒരു കസേര ഇവന്റെ മേത്തോട്ട് വീഴാണ്. അവൻ ആ കസേര വന്ന വഴി ഓടിപ്പോകുന്നു. അന്നേരം വീണ്ടും ഒരു ഭാഗത്തുനിന്ന് സൗണ്ട് കേൾക്കാണ്. അവൻ ഡോറ് തുറന്നിട്ട് ആ സ്ഥലത്തോട്ട്, സൗണ്ട് കേട്ട സ്ഥലത്തോട്ട് ചെല്ലുന്നു. അവിടെ ഒരു പെണ്ണിന്റെ കൈ അവൻ കാണുന്നു. അവൻ അതിൽ പിടിച്ച് വലിക്കുന്നു. വലിച്ചതിനെ താഴെ ഇടുന്നു. പക്ഷെ താഴെ വീണ് കഴിഞ്ഞപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാക്കിയത്. അത് അവന്റെ സ്വന്തം ഭാര്യയായിരുന്നു. സ്വന്തം ഭാര്യ തന്നെയാണ് അവൻ പിടിച്ച് താഴെ ഇട്ടത്. ഇത് കണ്ട് അവൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. അവൻ എന്നാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അവന്റെ ഭാര്യയുടെ ഓർമ്മ ഇവനെ ഭയങ്കരമായിട്ട് അലട്ടുവാണ്. അവൻ പെട്ടെന്നൊരു കാര്യം ചിന്തിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാറും എടുത്തിട്ട് നേരെ ആ ലാബിലോട്ട് തന്നെ തിരിച്ചു പോവാണ്. രാത്രി 10 മണിയായിരുന്നു. എൽഹോവൻ ഹെക്ടർ 1 3 മണിയിലോട്ട് ഓൾറെഡി അയച്ചിട്ടുണ്ടായിരുന്നു. ഹെക്ടറിന് ഇനിയും തിരിച്ചു എന്ന് പറയുമ്പം എൽഹോവൻ ഇവനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. എനിക്ക് കൊണ്ടുപോകാൻ സൗകര്യമില്ല, ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് പോരെ എന്നുള്ള ഇവൻ പറയാണ്. മാത്രമല്ല ഇനി ഒരു ടൈം ട്രാവൽ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് 3 ഹെക്ടർ ഒന്നിച്ച് എക്സിസ്റ്റ് ചെയ്യും. അത് ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് നയിക്കും. എൽഹോവൻ വേറൊരു കാര്യം പറയാണ്, ഇനി ടൈം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, അതിന് പവർ കുറവാണ്. പക്ഷേ ഹെക്ടർ നോക്കുമ്പോൾ അതിന് പവർ കുറവല്ല, പകരം എൽഹോവൻ ആ മെഷീന്റെ ബാറ്ററി ഊരിക്കളഞ്ഞിരിക്കുന്നു. ഇത് കണ്ടവന് വേറെ ഡൗട്ട് തോന്നുവാണ്. നിനക്കപ്പം നേരത്തെ അറിയാം ഞാൻ ഒന്നുകൂടി ടൈം ട്രാവൽ ചെയ്യുന്നത്, അതെങ്ങനെയാണ് നീ അറിഞ്ഞേ? ഓക്കെ, എന്തായാലും നീ എങ്ങനെയാലും ആ ബാറ്ററി കണ്ടുപിടിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന്. അന്നേരം എൽഹോവൻ ഹെക്ടറിനോട് പറയാണ്, നിങ്ങളുടെ 2 വേർഷൻ ഓൾറെഡി ക്ലാറിനെ രക്ഷിക്കാൻ നോക്കി, പക്ഷേ തോറ്റുപോയി. ഈ ടൈം ട്രാവൽ ഒന്നിനെ മാറ്റത്തില്ല. ഹെക്ടർ പറയുന്നു, അതൊന്നും എനിക്കറിയത്തില്ല, നീ മര്യാദയ്ക്ക് പോയി ബാറ്ററി കണ്ടുപിടിക്ക്. അങ്ങനെ ലൈറ്റും കൊടുത്തിട്ട് അവനെ കൊണ്ട് ബാറ്ററി തപ്പുവാണ്. അങ്ങനെ ബാറ്ററി കിട്ടി. ഇവൻ വീണ്ടും ടൈം ട്രാവൽ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഹെക്ടർ മെഷീന് കയറിയിട്ട് പുറകോട്ട് പോകുന്നു. ഇപ്പം 3 മണിയിലോട്ട് തന്നെയാണ് അവൻ പോകുന്നത്. പക്ഷെ ഹെക്ടർ 2 ഇതേ സമയത്ത് ചെന്നിട്ടുണ്ടല്ലോ. ഇപ്പം ആ ടൈമിൽ 3 ഹെക്ടർ ഉണ്ട്. ഈ നമ്മുടെ ഹെക്ടർ 2 പിന്നെ പുതിയതായിട്ടുള്ള ഹെക്ടർ 3. അവൻ ടൈം ട്രാവൽ ചെയ്തിട്ട് അവിടെ കുറച്ചു നേരം ഒളിച്ചിരിക്കുകയാണ്. ഹെക്ടർ 2 അവിടെ ലാബിലുള്ള ഒരു വെള്ള കാർ എടുത്ത് പോകുമ്പോൾ നമ്മുടെ ഹെക്ടർ ആ ലാബിലുള്ള ഒരു ചുവന്ന കാർ എടുത്ത് ഹെക്ടർ 2 ഫോളോ ചെയ്യാണ്. എന്നിട്ട് ആ ചുവന്ന കാറും കൊണ്ടുപോയി ഹെക്ടർ 2 ഇടിച്ചിടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഹെക്ടറിനെ ഇടിച്ച് ചുവന്ന കാർ ഓടിച്ചതും ഹെക്ടർ തന്നെയാണെന്ന് ഈ ഇൻസിഡന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഹെക്ടറിന്റെ കാറ് മറിഞ്ഞു വീഴാണ്. അവന്റെ ബോധം പോയി. പെട്ടെന്ന് തന്നെ ബോധം വരുന്നു. അന്നേരം അവൻ കാണുന്നത്
ആക്ടർ 2 മുഖത്ത് പ്ലാസ്റ്റർ എല്ലാം ചുറ്റിയിട്ടിരിക്കുന്നതാണ്. ഇത് കാണുമ്പം നമ്മുടെ ആക്ടറിന് എന്തോ ഒരു കാര്യം മനസ്സിലായിട്ട് വളരെ വിഷമത്തോടെ അവിടെയുള്ള ഒരു വോക്കി ടോക്കി എടുത്ത് സംസാരിക്കാണ് എൽഹോവനോട്. നീ പറഞ്ഞ ശരിയാണ്, ടൈം ട്രാവൽ ഒന്നും മാറ്റാൻ പോണില്ല. ആക്ടർ 2 ആ പെണ്ണിനെ ഓടിക്കുന്നത് നമ്മുടെ ആക്ടറെ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. ആ പെൺകുട്ടി ഓടി ഓടി നിലത്തിരിക്കുന്ന നമ്മുടെ ആക്ടറിന്റെ അടുത്തോട്ട് വരികയാണ്. അന്നേരം ആക്ടർ ഒരു കള്ളം പറയാണ്, ആ മുഖം മൂടിയിട്ട ആള് എന്നെയും ചേസിയാണ്, നമുക്കൊരു രക്ഷയില്ല, എങ്ങനെയും നീ എന്റെ വീട്ടിലോട്ട് വാ. അങ്ങനെ ഈ പെണ്ണിനെയും കൂട്ടി ആക്ടർ അവന്റെ വീട്ടിലോട്ട് പോവാണ്. രാത്രിയിൽ ഏതാണ്ട് 10 മണിയായപ്പം ആക്ടറും ആ പെണ്ണും കൂടെ ആക്ടറിന്റെ വീട്ടിലോട്ട് വരികയാണ്. അന്നേരം ക്ലാര അങ്ങോട്ട് വന്നിട്ട് ആക്ടറിനോട് ചോദിക്കുവാണ്, നിങ്ങളുടെ മുഖത്തെല്ലാം എന്താ പറ്റി? അന്നേരം ആക്ടർ സമയം നോക്കുമ്പോൾ ഇപ്പൊ ഏതാണ്ട് 10 മണി ആയിട്ടുണ്ട്. ഈ സമയത്താണ് ആക്ടർ 2 ഇവന്റെ വൈഫ് ക്ലാരനെ കൊല്ലാൻ പോകുന്നത്. ആക്ടർ അവന്റെ വൈഫിനെ സേഫ് ആയിട്ട് ഒരിടത്ത് പൂട്ടിയിടാണ്. ആക്ടർ 2 പെൺകുട്ടി അന്വേഷിച്ചു വന്നപ്പം ആക്ടർ ഒരു മേശ എടുത്ത് ആക്ടർ 2ന്റെ നേരെ എറിയുവാണ്. ആക്ടർ ആ പെൺകുട്ടിയെ കണ്ടിട്ട് നിന്നെ അവൻ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവന്റെ വൈഫിന്റെ ഡ്രസ്സ് എടുത്ത് ഇവൾക്ക് കൊടുത്തിട്ട് ഇവളുടെ മുടിയും അവന്റെ വൈഫിനെ പോലെ ക്ലാരനെ പോലെ കട്ട് ചെയ്ത് വിടുവാണ്. അവള് ആ റൂഫിന്റെ മേലെ കയറി ഇരിക്കുകയാണ്. ഇവളെ തേടി വന്ന ആക്ടർ 2 ഈ പെണ്ണിന്റെ കാലെ പിടിച്ച് വലിക്കുകയാണ്. അത് ക്ലാരയാണെന്ന് തെറ്റിദ്ധരിച്ച ആക്ടർ 2 വിഷമിച്ചിട്ട് ആ ലാബിലോട്ട് വീണ്ടും പോവാണ്, കാര്യങ്ങളെല്ലാം പുനഃക്രമീകരിക്കാൻ വേണ്ടി. ഇവിടെയുള്ള നമ്മുടെ ആക്ടറും അവന്റെ ഭാര്യ ക്ലാരയും കൂടെ ഒരു കസേരയിൽ ഇരുന്നിട്ട് ഇപ്പം മഴ പെയ്യും, അതുവരെ നമുക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറയുന്നിടത്താണ് സിനിമ തീരുന്നത്. സിനിമയുടെ കഥ ഒരു 90% ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ പറഞ്ഞുതരാം. ആക്ടറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള 3 ടൈം ലൈനാണ് സിനിമയിലുള്ളത്. ഒന്നാമത്തെ ടൈം ലൈനിൽ ആക്ടർ വിക്ടിമാണ്. ഈ ബാൻഡേജ് എല്ലാം കെട്ടിയ ആളുമായിട്ട് ഇവൻ ചേസ് ചെയ്യപ്പെടുന്നു, കുത്തേൽക്കുന്നു, ലാബിൽ പോകുന്നു, ആക്സിഡന്റലി സെക്കൻഡ് ടൈം ലൈനിലോട്ട് എത്തുന്നു. സെക്കൻഡ് ടൈമിൽ ആക്ടറിന് ഒരു വ്യക്തി, പിന്നീട് അത് ആക്ടർ തന്നെയാണെന്ന് റിവീൽ ചെയ്യപ്പെടുന്നു. ആക്ടറിനെ വണ്ടി ഇടിക്കുകയാണ്. അങ്ങനെ അവന്റെ മുഖത്ത് ബാൻഡേഡ് കെട്ടാൻ അവൻ നിർബന്ധിതനാവുകയാണ്. അവൻ അവന്റെ വൈഫിനെ കൊന്നു എന്ന തെറ്റിദ്ധാരണയിൽ ഇവൻ വീണ്ടും തേർഡ് ടൈം ലൈനിലോട്ട് പോകുന്നു. തേർഡ് ടൈം ലൈനിൽ ആക്ടർ ചുവന്ന കാർ എടുത്ത് അവനെ തന്നെ ഇടിക്കുന്നു. അതുകൊണ്ടാണ് അവന്റെ മുഖത്ത് ഫുള്ള് ബാൻഡേഡ് കെട്ടാനല്ല അവൻ നിർബന്ധിതരാവുന്നത്. എന്നിട്ട് അവിടെയുള്ള ഒരു പെണ്ണിനെ സാക്രിഫൈസ് ചെയ്തിട്ട് ഇവന്റെ വൈഫിനെ രക്ഷിക്കുന്നു. നമ്മൾ ഫോളോ ചെയ്ത ആക്ടർ അല്ല ആദ്യമായിട്ട് ടൈം ട്രാവൽ ചെയ്ത വ്യക്തി. അതിനു മുമ്പും ശേഷവും ഇൻഫിനിറ്റ് ആൾക്കാരെന്ന് വെച്ചാൽ ആക്ടറിന്റെ പല വേർഷൻസ് തന്നെ, അതായത് ആക്ടർമാര് ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ടൈം ലൈൻസ് ഇവിടെ തീരുവാണ്. അവൻ അവന്റെ ലൈഫ് വീണ്ടും സമാധാനത്തോടെ ജീവിച്ചു പോവാണ്. ഈ എൻഹോവനായിട്ട് അഭിനയിച്ച പുള്ളി തന്നെയാണ് സിനിമ ഡയറക്റ്റും ചെയ്തിരിക്കുന്നത്. ഇനി സിനിമയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം.